ഈറ്റാലൊരു ഷവായ, ഈറ്റാലൊരു ടേസ്റ്റും നമ്മളെ നാട്ടിൽ നിന്ന് എനിക്ക് ഏടുന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ കൂടെ ഈ ആംബിയൻസും എൻ്റെ മക്കളെ. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. സ്പോട്ട് ഏതാണെന്ന് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. നല്ല അടിപൊളി ഷവായ നമ്മളെ നാട്ടിലുണ്ട് മക്കളെ. ഞാൻ ചെറിയൊരു റൈഡിലായിരുന്നു കേട്ടോ. അപ്പോൾ റൈഡൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. പള്ളയെ പഴിച്ചിട്ടൊന്നും ഒന്നും പറയണ്ടല്ലോ. ഞാൻ പണ്ട് മുതലേ ഒരു ഷവായൻ്റെ ആളാണ് കേട്ടോ. അൽഫാത്തിനെക്കാട്ടിലും എനിക്കിഷ്ടം ഷവായാണ്. അങ്ങനെ നോക്കുമ്പോണ്ട് എവിടെയാണ് നമ്മളുടെ മുട്ടിൽ നമ്മൾ 7 ഡേയ്സിൻ്റെ തൊട്ടടുത്ത് ഒരു പുതിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ 3-4-5 ഷവർമൻ്റെ ബോക്സുകൾ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഷവർമൻ്റെ എല്ലാം ഉണ്ട്. ഞാനൊന്നും നോക്കിയില്ല, നേരെ കയറിയിട്ട് ഓർഡർ ചെയ്ത് ഷവായ. ഞാൻ പറഞ്ഞു പ്രത്യേകം നിങ്ങൾ കയറുമ്പോഴും പറയണം കേട്ടോ, അവിടെ മസാല ഷവായയാണ്. പക്ഷേങ്കിൽ മസാല ഉണ്ടല്ലോ, ഈ മസാല ആ ചിക്കൻ മേൽ ഷവായമേൽ തേച്ച് വാങ്ങരുത്. മസാല വേറെ സെപ്പറേറ്റ് വാങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ തേക്കുക. ഏത് നമ്മളെ കോഴി ചിക്കൻ മേൽ എന്താണെന്നുണ്ട് ആ മസാല എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എങ്കിൽ ഷവായയും അതിൻ്റെ റൈസും നൈസാണ് കേട്ടോ മക്കളെ. ഒരു മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. വയനാട്ടിൽ നിന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇത്രയും ടേസ്റ്റുള്ളൊരു ഷവായ. ഞാനൊരു ഷവായ പ്രിയനായതുകൊണ്ട് പറയുകയാണ് കേട്ടോ. പക്ഷേ എങ്കിൽ ഈ മസാലൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. ഉള്ള കാര്യം പറയുന്നതിനെന്താ, സംഭവം റൈസ് നല്ല അടിപൊളി. ആ ഷവായ ഉണ്ടല്ലോ, ഏകദേശം ഞാൻ ഗൾഫിൽ നിന്നൊക്കെ ആ അഫ്ഗാനികളുടെ ഷവായൊക്കെ കഴിക്കുന്നതാണല്ലോ, ഏകദേശം അങ്ങോട്ടൊക്കെ എത്തുന്നുണ്ട് സാധനം. സംഭവം അടിപൊളി, നല്ല വെന്തിട്ടുണ്ട്, നല്ല സൂപ്പർ. നിങ്ങൾ അഥവാ അവിടെ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടിൽ 7 ഡേയ്സിൻ്റെ തൊട്ടടുത്ത്, 7 ഡേയ്സ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. പുതിയ റെസ്റ്റോറൻ്റാണ്. ഉള്ളിലെ ആംബിയൻസൊക്കെ നല്ല അടിപൊളി, കാണാനൊക്കെ നല്ല മൊഞ്ചൊക്കെ ഉണ്ട്. പ്രത്യേകം ഓരോട് പറയുക, ആ മസാല ഷവായൻ്റെ മേലെ തേക്കാണ്ട് മസാല സെപ്പറേറ്റ് തന്നാൽ മതി, ഷവായ സെപ്പറേറ്റ്. എന്നാലേ ആ ഷവായൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതങ്ങോട്ട് നോക്കി 7 ഡേയ്സ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത്. ഇതിൻ്റെ പേര് എന്താ, ഗ്രിൽ ആൻഡ് കോ റെസ്റ്റോ കഫേ എന്നാണ് കേട്ടോ. നല്ല അടിപൊളി ഫുഡ്. ഞാനൊരു ഹാഫ് ഷവായയും ഒരു ക്വാർട്ടർ റൈസും ആണ് കേട്ടോ വാങ്ങി. അപ്പോൾ എന്തെങ്കിലും പണിക്കൊക്കെ പോവുക, ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്ക് മൊത്തം ആയ ബില്ല് എന്നുണ്ട് 460 റുപ്യ. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ കോഴി ചിക്കൻ ഷവായ ഇഷ്ടമുള്ളവർ പോന്നോളൂ കേട്ടോ. എനിക്കിഷ്ടമായിട്ടോ, നല്ല അടിപൊളി സൂപ്പർ യമ്മി സംഭവങ്ങൾ. അവിടെ പോയിട്ട് എൻ്റെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ലേശം മയനൈസ് കിട്ടിക്കൂടായികയില്ല.